ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം തീർത്തും വഷളായതോടെ നയപ്രഖ്യാപന പ്രസംഗത്തെ ചുറ്റിപ്പറ്റി വീണ്ടും ആശങ്ക ഉരുണ്ടുകൂടുന്നു. 2022 നയപ്രഖ്യാപനത്തിന്റെ തലേന്ന് പ്രസംഗത്തിൽ ഒപ്പിടാൻ വിലപേശൽ നടത്തിയ പാരമ്പര്യമുള്ള ഗവർണർ ഇത്തവണയും അതിന് മുതിർന്നേക്കുമെന്നാണ് സർക്കാരിന്റെ ആശങ്ക. പ്രസംഗം ഒഴിവാക്കാൻ ഈ മാസം തന്നെ സഭ ചേർന്നാൽ മതിയായിരുന്നെങ്കിലും സമയം വൈകിപ്പോയി. വർഷാരംഭത്തിലെ നിയമസഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കണമെന്നത് ഭരണഘടനാ ബാധ്യതയാണ്. ജനുവരി അവസാന വാരം ബജറ്റ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാന സർക്കാർ ഗവർണറുടെ പ്രസംഗം തയ്യാറാക്കാൻ നടപടിയും തുടങ്ങി. ധനമന്ത്രി അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയാണ് പ്രസംഗം തയ്യാറാക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നയപ്രഖ്യാപനം നടത്താൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുമോ എന്നതിലാണ് സർക്കാരിന്റെ ആശങ്ക. 2022 നയപ്രഖ്യാപന പ്രസംഗത്തിന് തലേന്ന് സർക്കാരുമായി വിലപേശൽ നടത്തിയ അനുഭവമാണ് ഇതിന്റെ അടിസ്ഥാനം. അന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ ഉപാധി വെച്ച ഗവർണർ പൊതുഭരണ സെക്രട്ടറി KR ജ്യോതിലാലിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷമാണ് വഴങ്ങിയത്. ഇത്തവണയും അത്തരം സമ്മർദ്ദതന്ത്രങ്ങൾക്ക് ഗവർണർ ശ്രമിക്കുമെന്ന് സർക്കാരിന് സംശയമുണ്ട്. അത് എങ്ങനെ മറികടക്കാമെന്നാണ് സർക്കാരിലെ ആലോചന. ഈ മാസം തന്നെ നിയമസഭാ സമ്മേളനം വിളിച്ച ശേഷം അടുത്ത വർഷത്തേക്ക് നീട്ടിക്കൊണ്ടുപോയാൽ നയപ്രഖ്യാപനം തൽക്കാലത്തേക്ക് ഒഴിവാക്കാം. എന്നാൽ സഭ വിളിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിക്കണം. മാത്രമല്ല, നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള സമയവും വൈകിപ്പോയി. ഗവർണർ തീരുമാനം എന്തുതന്നെയായാലും ഈ മാസം തന്നെ സഭ ചേരുന്നത് പരിഗണിക്കണമെന്ന വാദം ഭരണമുന്നണിയിലും ശക്തമാണ്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം നിയമസഭ ചേരുന്ന കാര്യം ചർച്ച ചെയ്യും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.